നമ്മളെന്താ ചെയ്യുന്നത്? ഒരു നെയിൽ എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച് കുറേ നാളായി. കുറേ പാർട്സ് പോയിട്ടുണ്ട്. കുറേ നാളായത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ അക്ഷയോ അങ്ങനെ സംഭവമൊന്നുമില്ല. പിന്നെ പണ്ട് ഡയലിൽ യോജന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യൂടെക്സ് ഇല്ലേ, ക്യൂടെക്സ് നൈസായിട്ട് കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ കുറച്ച് വെച്ച് ചെയ്തിട്ട് അടിച്ച് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബോറായിരുന്നു. പക്ഷേ ആ ടൈമിലൊക്കെ ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര കാരണം കട്ട് ചെയ്ത് നേരെയാക്കി എടുത്ത് കറക്റ്റ് ഷേപ്പിലൊക്കെ എനിക്ക് വലിയ ഐഡിയോളജി ഇല്ല. കാരണം അറിയില്ല. നമുക്ക് എങ്ങനെ രീതിയിൽ കുറച്ച് ലൈറ്റ് വെച്ചോട്ടെ 5 മിനിറ്റ് കഴിയുമല്ലോ. ഇത് കുറേ കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ചെയ്താൽ മതി. നമുക്ക് ഇപ്പോഴത്തെ ആഗ്രഹത്തിന് വർക്ക് ചെയ്യാനുള്ളതാണ്. നമുക്കുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കയ്യിൽ ഈ നെയിൽ പോളിഷ് സെറ്റ് ചെയ്യും. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് കുറേ ഉണ്ട്. നമ്മുടെ കറക്റ്റ് അളവല്ല. നമ്മുടെ കൈ അളവിന് പറ്റുന്ന രീതിയിൽ സാധനം എടുത്ത് മാറ്റി വെക്കാം. അത് കയ്യിൽ എടുത്തില്ല. ഒരു കയ്യിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ ഈ കൈ അതായത് നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട്. ഈ കളറിൻ്റെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വലുതാണ്. വൃത്തിയിടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹമാണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ഈ ചെറുതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യമേ ഒരു ക്യൂടെക്സ് ലാസ്ലറിൻ്റെ ആണ് ചെറുതായിട്ടൊന്ന് ചെറുതിനകത്ത് എടുത്തിട്ട് നെയിൽ പോളിഷ് ഇങ്ങനെ അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു ചെറിയൊരു കട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊന്ന് പോവും. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഒട്ടിയത് ഇങ്ങനെയാണ്. ഓ ഗോഡ്, എനിക്കെന്തോ തോന്നി. ഇങ്ങനെ കാര്യങ്ങൾ കിടക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് കണ്ടത് ചെയ്തിട്ട് എനിക്കൊരു ആഗ്രഹത്തിൻ്റെ വട്ടം ചെയ്യുവാണ്. എനിക്ക് 2 ദിവസം ഭയങ്കര ആഗ്രഹമാണ്. മൂക്ക് കുത്തണം, നമുക്ക് സെക്കൻഡ് നെയിൽ ടെസ്റ്റ് നോക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ക്യൂടെക്സ് അടിച്ചു പിന്നെ നല്ല ബോറായിട്ടുണ്ട്. ക്യൂടെക്സ് ഇത്രയും കളയണമെന്നോ അറിയില്ല. നല്ല ക്യൂടെക്സ് ആട്ടോ. സോ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന പറയുന്നത്